നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2024 പാർട്ട് 1. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് പ്രസിഡൻ്റായിരുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. ISROയുടെ 60ാമത് PSLV ബഹിരാകാശ ദൗത്യം എക്സ്പോസാറ്റ് വിക്ഷേപണ വാഹനം PSLV C-58. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഉത്സവം. കേരള വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന എക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ജംഗിൾ സഫാരി. എക്സ്പോസാറ്റ് എക്സ്റേ പോളിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപണ വാഹനം PSLV C-58 വിക്ഷേപിച്ചത് 2024 ജനുവരി 1. വികസിപ്പിച്ചത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബംഗളൂരു. UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ. ഭാരം 469 കിലോഗ്രാം. കാലാവധി 5 വർഷം. ഉപകരണങ്ങൾ പോളിക്സ് പൊളാരിമീറ്റർ ഇൻസ്ട്രുമെൻറ്റ് ഇൻ എക്സ്റേസ്, എക്സ്പെക്റ്റ് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ്. എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങൾ ഉൾപ്പെടെ പഠിക്കാനുള്ള രാജ്യത്തിൻ്റെ പ്രഥമ ദൗത്യം. ദൗത്യത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിയ വനിതകളുടെയും വിദ്യാർത്ഥികളുടെയും മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഉപഗ്രഹമാണ് VSAT. ഇതിൻ്റെ ഡയറക്ടർ M. ജയകുമാർ. 62ാമത് അഥവാ 2024 കേരള സ്കൂൾ കലോത്സവ വേദി, കൊല്ലം. പ്രസംഗ വിജയിക്ക് ഈ വർഷം മുതൽ ലഭിക്കുന്ന പുരസ്കാരം അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം. 10,000 കോടി ഡോളർ സ്വത്ത് സമ്പാദിച്ച ആദ്യ വനിത ഫ്രാങ്കോയിസ് ബെറ്റൻകോർട്ട് മേയേഴ്സ്. ലോക ധനികരിൽ 12ാം സ്ഥാനം. 2024 ജനുവരിയിൽ അന്തരിച്ച നെല്ല് നോവലിലെ കഥാപാത്രം കുറുമാട്ടി. യഥാർത്ഥ പേര് രാഗിണി. നെല്ല് നോവൽ എഴുതിയത് P. വത്സല. 2023 ദേശീയ സ്കൂൾ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരളം. വേദി മഹാരാഷ്ട്ര. അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസ്. ഇതിൻ്റെ പരിഭാഷ തയ്യാറാക്കിയത് ആൻ മക്ലി. 2024 ജനുവരിയിൽ സുപ്രീം കോടതിയുടെ നിയമസഹായ കമ്മിറ്റി ചെയർമാനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് BR ഗവായി. ആദിവാസി ഗോത്ര വിഭാഗത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള PM ജർമ്മൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജൻജതി ആദിവാസി ന്യായ മഹാ അഭിയാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ കൊറഗ, കാട്ടുനായ്ക്കർ, ചോലനായ്ക്കർ, കുറുമ്പർ, കാടർ, അക്കളപ്പാറ. നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ JAXAയും 2024 നടത്തുന്ന ദൗത്യത്തിൽ തടി കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹം ലിഗ്നോസാറ്റ്. നീതി ആയോഗിൻ്റെ അടൽ ഇന്നോവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടൽ മെഡ്ടെക് മിത്ര തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം തടവിന് ശിക്ഷിച്ച സമാധാന നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് പാവങ്ങളുടെ ബാങ്കർ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങൾ: ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. നിലവിൽ ആകെ അംഗരാജ്യങ്ങൾ 10. ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് മറ്റ് അംഗങ്ങൾ.
ബ്രിക്സ് ഉച്ചകോടി 2023 വേദി ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യ. നിലവിൽ അധ്യക്ഷ പദവിയിലുള്ള രാജ്യമാണ്. 2006 ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക് രൂപീകരിച്ചത്. 2010 സൗത്ത് ആഫ്രിക്ക കൂടി ചേർന്നതോടെ ബ്രിക്സ് ആയി പുനർനാമകരണം ചെയ്തു. ലോക ബ്രെയിലി ദിനം ജനുവരി 4. 2024 ജനുവരിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വക്താവായി ചുമതലയേറ്റത് രൺധീർ ജയ്സ്വാൾ. മുൻ വക്താവായിരുന്ന അരിന്ധം ബഗ്ചിയെ ഐക്യരാഷ്ട്രസഭയുടെയും ജനീവയിലെ മറ്റു അന്താരാഷ്ട്ര സംഘടനകളുടെയും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിച്ചതിനെ തുടർന്നാണ് ജയ്സ്വാളിൻ്റെ നിയമനം. ഇന്ത്യയും ഏത് രാജ്യവുമായുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ 2024. UAE. വേദി രാജസ്ഥാൻ. MS സ്വാമിനാഥൻ അവാർഡ് ജേതാവ് പ്രൊഫസർ BR കമ്പോജ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ചിത്രശലഭം മേഘമല വെള്ളിവരയൻ. 2024 ജനുവരിയിൽ നാവികസേന ഉപമേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി. പന്തുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ 642 പന്തിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ വിജയം സ്വന്തമാക്കിയ ടീം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ജയം. ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ 48 ജിഗാബൈറ്റ് വേഗത്തിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം GSAT-20 അഥവാ GSAT-N2 ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഫാൽക്കോൺ 9 റോക്കറ്റിൽ ആണ് GSAT-20 വിക്ഷേപിക്കുന്നത്. നിർമ്മാണം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ISROയുടെ വാണിജ്യ വിഭാഗം. ആകെ ഭാരം 4700 കിലോഗ്രാം. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ്. ബ്ലൂംബെർഗിൻ്റെ ആഗോള കോടീശ്വര പട്ടികയുടെ 2024 ജനുവരിയിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ധനികനായ വ്യക്തി ഗൗതം അദാനി. രണ്ടാം സ്ഥാനം മുകേഷ് അംബാനി. 2024 ജനുവരിയിൽ UK-യിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് ഹെക് കൊടുങ്കാറ്റ്. വൈ ഭാരത് മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് S. ജയശങ്കർ. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സംവിത് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ, വൃന്ദാവൻ, ഉത്തർപ്രദേശ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗക്കാർ മാത്രം അഭിനയിക്കുന്ന സിനിമ ധബാരി ക്യൂരുവി. സംവിധാനം പ്രിയനന്ദനൻ. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. യാത്രയുടെ 127ാം ദിവസമാണ് ലക്ഷ്യത്തിലെത്തിയത്. കേരളത്തിൽ വികസിപ്പിച്ച ആദിത്യയുടെ പെലോഡ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ പാപ്പ. ലക്ഷ്യം സൗരക്കാറ്റിലെ ഇലക്ട്രോണുകളുടെയും അയോണുകളുടെയും പ്രവാഹം നിരീക്ഷിക്കുക. പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 ലഭിച്ചത് MT വാസുദേവൻ നായർ. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രൊഫസർ MK സാനു. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണർ. 2024 ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിയൻ ഫുട്ബോൾ താരം മരിയോ സഗല്ലോ. 2024 ജനുവരിയിൽ വിവാദ പരാമർശത്തെ തുടർന്ന് മാലിദ്വീപ് മന്ത്രിസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മന്ത്രിമാർ മറിയം ഷിയൂക, അബ്ദുല്ല മസും മജീദ്, മൽഷ ഷരീഫ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് രാജ്യവ്യാപകമായി അവബോധം സൃഷ്ടിക്കുന്നതിനായി നടത്തുന്ന പദ്ധതി വികസിത് ഭാരത് സങ്കൽപ് യാത്ര.
2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത അമേരിക്കൻ മാധ്യമപ്രവർത്തകനും പുലിറ്റ്സർ സമ്മാന ജേതാവുമായ വ്യക്തി ജോസഫ് ലെലിവെൽഡ് 1986 പുലിറ്റ്സർ പുരസ്കാരം ആദ്യമായി നേടിയ പുസ്തകം മൂവ് യുവർ ഷാഡോ. മറ്റ് പ്രധാന കൃതികൾ ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ, ഒമഹ ബ്ലൂസ് എ മെമ്മറി ലൂപ്പ്, ഹിസ് ഫൈനൽ ബാറ്റിൽ, ദ ലാസ്റ്റ് മന്ത്സ് ഓഫ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ നളിനകാന്തി. സംവിധാനം സുസ്മേഷ് ചന്ദോത്ത്. മാലിന്യ സംസ്കരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്വച്ഛ് സർവേഷൻ പുരസ്കാരം അവസാന റൗണ്ടിൽ കേരളത്തിൽ നിന്നും നേടിയത് ആലപ്പുഴ വർക്കല. കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം C-130J സൂപ്പർ ഹെർക്കുലീസ്. 22 വർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമേള ജേതാക്കൾ കണ്ണൂർ. 2ാം സ്ഥാനം കോഴിക്കോട്. കലോത്സവ വേദി കൊല്ലം. 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസ താരം ഫ്രാൻസ് ബെക്കൻബോയർ ദെർ കൈസർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണി ദാസ്. 2023 ജേതാവ് ശ്രീകുമാരൻ തമ്പി. 2022 ജേതാവ് ആലപ്പി രംഗനാഥ്. 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പുനലൂർ സോമരാജൻ. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി തന്മുദ്ര. ലോക ഹിന്ദി ദിനം ജനുവരി 10. 2024 ജനുവരിയിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെറിംഗ് ടോബ്ഗെ 2ാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് റാഷിദ് ഖാൻ. 2024 ജനുവരിയിൽ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയേൽ അറ്റാൽ. ആധുനിക ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ഈ പദവിയിലെത്തുന്ന ആദ്യ സ്വവർഗാനുരാഗി. രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി 2024 വേദി തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം വാരണാസിയിലെ സ്വർവേദ് മഹാമന്ദിർ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് തിരുവനന്തപുരം. മത്സ്യഫെഡിൻ്റെ കേരളത്തിലെ ആദ്യത്തെ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്നത് ആക്കുളം വിഴിഞ്ഞം. രാജ്യത്തെ കായിക പ്രചാരണത്തിനും വികസനത്തിനും സംഘടനകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അവാർഡായ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം 2023 ലഭിച്ച യൂണിവേഴ്സിറ്റി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ബംഗളൂരു. 2024 ധാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം പൂവ്. സംവിധാനം അനീഷ് ബാബു അബ്ബാസ്, ബിനോയ് ജോർജ്. ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാല, ഓസ്ട്രേലിയ. കേരള ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി 2024 ജനുവരിയിൽ നിയമിതനായത് UV ജോസ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അല്ലെങ്കിൽ അടൽ സേതു പാലം മുംബൈയെയും നവി മുംബൈയെയും അല്ലെങ്കിൽ സെവ്രി നവശേവയെയും ബന്ധിപ്പിക്കുന്നു. താനെ ഉൾക്കടലിന് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. പാലത്തിൻ്റെ ഏകദേശ നീളം 22 കിലോമീറ്റർ. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാമേഖലയിലാണ് പ്രശസ്ത? കഥകളി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ 2023 വേദി ഖത്തർ. ഇതിൻ്റെ ഭാഗ്യചിഹ്നം സാബും
തംകി, ഫ്രീഹ, കൃതി ആൻഡ് താരീഖ്. മരുഭൂമിയിലെ 5 എലികളുടെ കുടുംബം. 2024 ജനുവരിയിൽ ഏത് രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന 3 ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യ ആൻറ്റി ഡംപിംഗ് തീരുവ ചുമത്തിയത്? ചൈന. അമിതമായി ഇറക്കുമതി തടയുന്നതിനാണ് ആൻറ്റി ഡംപിംഗ് തീരുവ ചുമത്തുന്നത്. കുണ്ടറ വിളംബരത്തിൻ്റെ 215-ാം വാർഷികം 2024 ജനുവരി 11. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 1, 984 മകരം 1. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ. സന്തോഷ് കുമാർ. നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം. ദേശീയ യുവജന ദിനം ജനുവരി 12. കാലാവസ്ഥാ പ്രവചനം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിനായി 2024 ജനുവരിയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വികസിപ്പിച്ച സംവിധാനം പഞ്ചായത്ത് മോസം സേവ. മലയാളമടക്കം 12 ഇന്ത്യൻ ഭാഷകളിൽ സേവനം ലഭ്യമാണ്. സംഗീത പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ സ്വാതി സംഗീത പുരസ്കാരം 2021 ജേതാവ് PR കുമാര കേരളവർമ്മ, കർണാടക സംഗീതജ്ഞൻ. 2020 ജേതാവ് K. ഓമനക്കുട്ടി. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ ഓടക്കുഴൽ പുരസ്കാരം 2023 ജേതാവ് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരമാണ് പുരസ്കാരത്തിന് അർഹമായത്. 2022 ജേതാവ് അംബികാസുധൻ മങ്ങാട്, കൃതി പ്രാണവായു. 2021 ജേതാവ് സാറ ജോസഫ്, കൃതി ബുദ്ധിനി. പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി യോഷിമി യമാഷിറ്റ, ജപ്പാൻ. 2023-24 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയായി കണക്കാക്കി? 7.3%. കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് 1.8%. മറ്റു മേഖലകളിലെ വളർച്ചാ നിരക്ക് 6%-ന് മുകളിൽ. 2022-23 വളർച്ചാ നിരക്ക് 7.2%. 2024 ജനുവരിയിൽ പുറത്തുവന്ന ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80. 62 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനാനുമതിയാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. 1-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ. 194 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനാനുമതി. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിത ശ്വേത കെ. സുഗതൻ 2023-ലും ഡൽഹി പോലീസിനെ നയിച്ചിരുന്നു. ദുരന്തമുഖങ്ങളിൽ അകപ്പെട്ട ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിന് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതി പ്രാപ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലമായ അടൽ സേതു പാലം 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദി. 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി ആപ്പിളിനെ പിന്നിലാക്കി ഒന്നാമതെത്തിയ കമ്പനി മൈക്രോസോഫ്റ്റ്. ആഫ്രിക്കൻ നാഷൻസ് കപ്പ് ഫുട്ബോൾ 2023 വേദി ഐവറി കോസ്റ്റ്. 2024 ജനുവരിയിൽ ബിംസെക് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത് ഇന്ദ്രമണി പാണ്ഡെ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി 2024 ജനുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഷെയ്ഖ് ഹസീന. 5-ാം തവണയാണ് പ്രധാനമന്ത്രിയാകുന്നത്. തുടർച്ചയായി 4-ാം തവണ. പാർട്ടി അവാമി ലീഗ്. ബംഗ്ലാദേശിലെ 12ാമത് തിരഞ്ഞെടുപ്പായിരുന്നു. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തി കൂടിയാണ് ഷെയ്ഖ് ഹസീന. 2024 ജനുവരിയിൽ കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായി സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത MLA ആൻ്റണി രാജു.
2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ഡോക്ടർ പ്രഭ അത്രേ. പ്രധാന കൃതി എലോങ് ദ പാത്ത് ഓഫ് മ്യൂസിക്. പത്മവിഭൂഷൺ 2022, പത്മഭൂഷൺ 2002, പത്മശ്രീ 1990. രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം 2024 ജേതാവ് സാറ ജോസഫ്. കറ എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ്? ബൃന്ദ കാരാട്ട്. ദേശീയ കരസേനാ ദിനം ജനുവരി 15. കേരള സാഹിത്യവേദിയുടെ 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാക്കൾ: നോവൽ വിഭാഗം ആർ. അരുൺ. കൃതി ഇശാംബരം. ചെറുകഥ VMA ലത്തീഫ്. കൃതി മുലേപ്പാടത്ത് പറമ്പ് ഒരു ജാലക കാഴ്ച. കവിത ശ്രീദേവി K. ലാൽ. കൃതി ഒരു ആളൊഴിഞ്ഞ വീട് പറയുന്നത്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഉറുദു കവി മുനവ്വർ റാണ. ഹൈടെക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ 2024 ജനുവരിയിൽ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങ് കുഫ്രി ഉദായ് മിനി ട്യൂബേഴ്സ്. 54-ാം ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. 2023 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്. പുരുഷ താരം ലയണൽ മെസ്സി 3-ാം തവണ അർജൻറ്റീന. വനിതാ താരം അയർറ്റാന ബോൺമാട്ടി, സ്പെയിൻ. 2023-2024 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ റയൽ മാഡ്രിഡ് ഫൈനലിൽ ബാഴ്സലോണയെ പരാജയപ്പെടുത്തി. 2024 ജനുവരിയിൽ നീതി ആയോഗ് പുറത്തുവിട്ട കണക്ക് പ്രകാരം 9 വർഷത്തിനിടെ ദാരിദ്ര്യമുക്തി നേടിയവരുടെ എണ്ണം 24.82 കോടി. 2013-14 കണക്ക് 29.17% ദാരിദ്ര്യനിരക്ക്. 2022-23 കണക്ക് 11.28% ദാരിദ്ര്യനിരക്ക്. RBI ഡെപ്യൂട്ടി ഗവർണറായി പുനർനിയമിച്ചത് മൈക്കൽ ഡി പത്ര. 2025 ജനുവരി 15 വരെയാണ് പുനർനിയമനം. ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി 2024 ജനുവരിയിൽ ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ വിനീറ്റ് മക്കാർട്ടി. കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികം 2024 ജനുവരി 16. 2024 ഫെബ്രുവരി 1 മുതൽ ഒരു വാഹനത്തിന് അനുവദനീയമായ ഫാസ്ടാഗുകളുടെ എണ്ണം 1. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സംഗീത സംവിധായകൻ KJ ജോയ്. സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സയ്ക്കുള്ള ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് റീജിയണൽ ക്യാൻസർ സെൻറ്റർ, തിരുവനന്തപുരം. 2024 ജനുവരിയിൽ ഉദ്ഘാടനം നിർവഹിച്ച നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് നാർക്കോട്ടിക്സ് എവിടെയാണ്? പാലാസമുദ്രം, ആന്ധ്രാപ്രദേശ്. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയായി 2024 ജനുവരിയിൽ ചുമതലയേറ്റത് ഡോക്ടർ V. അമ്പിളി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.